JK റിവ്യൂകളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. RCB വേഴ്സസ് രാജസ്ഥാൻ റോയൽസ്. അപ്പോൾ ഇതിൽ വൈഭവ് സൂര്യവംശിയുടെ കിഡിലൻ വെടിക്കെട്ട് ബാറ്റിങ്. ഈ മനുഷ്യൻ എന്തിൻ്റെ കുഞ്ഞാണോ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയാൻ വയ്യ. റോബോട്ട് എങ്ങാനാണോ? അമ്മാതിരി തേമ്പാണ് RCBയിൽ വെച്ച് തേമ്പിട്ടുള്ളത്. നല്ല രീതിയിൽ അടിച്ച് അട്ടം കയറ്റിയിട്ടുണ്ട് എല്ലാ ബോളർമാരെയും. ഇപ്പോൾ ഈ IPL എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ ലെജൻഡ് ബോളർമാർക്കും നല്ല രീതിയിൽ കണക്കിന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് അതല്ല, ഈ മനുഷ്യൻ ഈ ഹേസൽവുഡ്, ബുംറ, ഹെൻറി, അതുപോലെ ബോൾട്ട് ഇവരേനൊക്കെ എടുത്തിട്ട് അടിക്കാൻ കഴിവുള്ള ഈ മനുഷ്യൻ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ ഇവനെതിരെ ബോൾ ചെയ്യുമ്പോൾ എന്തുമാത്രം തല്ല് വാങ്ങി കൂട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഓപ്പണറായിട്ടുള്ള സൂര്യവംശി, വൈഭവ് സൂര്യവംശിയെ പറ്റിയാണ് ഇന്ന് പറയാനുള്ളത്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് റോയൽ ചലഞ്ച് ബാംഗ്ലൂർ. ഇപ്പോൾ റോയൽ ചലഞ്ച് ബാംഗ്ലൂർ ആദ്യം ബാറ്റ് ചെയ്തെങ്കിലും അവർക്കൊരു 123-6 എന്ന നിലയിൽ നിന്ന് 201 RCBനെ കൈപിടിച്ചു ഉയർത്തിയത് ക്യാപ്റ്റനായിട്ടുള്ള രജത് പട്ടിദാറിൻ്റെ ഒറ്റ കഴിവാണ്. കിഡിലൻ ഇന്നിങ്സ് ആയിരുന്നു പുള്ളിയുടേത്. കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഓസ്ട്രേലിയൻ ഇതിഹാസം ഹേസൽവുഡിനെ ഇറക്കിയിട്ടുണ്ട്. അവൻ എന്തായാലും ഈ 15 വയസ്സുകാരൻ ബാലനെ ഔട്ടാക്കും, തൂക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇവർ കളി തുടങ്ങിയത്. ഈ ലെജൻഡ് ബോളറെ വെൽക്കം ചെയ്തത് ഫസ്റ്റ് ബൗണ്ടറി, രണ്ടാമതും ബൗണ്ടറി, മൂന്നാമതും ബൗണ്ടറി, നാലാമത് 6 എന്ന രീതിയിലാണ് ഹേസൽവുഡിന് കിട്ടിയ മിഠായികൾ. അപ്പോൾ ഈ മിഠായിയൊക്കെ നുണഞ്ഞിട്ട് വന്ന ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു കയറി പോകാൻ തോന്നിക്കാണും പുള്ളിക്കാരന്. ആ ഒരു സന്ദർഭത്തിൽ ശരിക്കും പറഞ്ഞാൽ ബോളേഴ്സിനെ അങ്ങോട്ട് നിലംപരിശാക്കുക, അതായത് അവരുടെ ആത്മധൈര്യത്തെ അങ്ങോട്ട് ചോർത്തില്ലാണ്ടാക്കാന്നൊക്കെ പറയില്ലേ, അമ്മാതിരത്തെ ബാറ്റിംഗ് ആണ് മനുഷ്യൻ്റെ. എങ്ങനെ ബോൾ എറിഞ്ഞാലും അടിക്കും. എങ്ങാനും ക്യാച്ച് ആവുകയാണെങ്കിൽ അത് ബൗണ്ടറി ലൈനിലായിരിക്കും. വല്ലാത്ത കുഞ്ഞ്. എന്തായാലും മുംബൈ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. മിക്കവാറും അടുത്ത് തന്നെ പുള്ളിക്കാരനെ റാഞ്ചി കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എറിഞ്ഞ ഒരു ബോളറെ പോലും വെറുതെ വിട്ടിട്ടില്ല. ബൗൺസർ എറിയാൻ വന്ന കൃണാൽ പാണ്ഡ്യയ്ക്കും കിട്ടി നല്ല പടം. 201 എന്ന വമ്പൻ ടോട്ടൽ രാജസ്ഥാന് RCBക്കെതിരെ സൂര്യവംശി എന്ന താരമില്ലാതെ ഒരിക്കലും നേടാൻ സാധിക്കാത്ത ഒന്നാണ്. മത്സരം ജയിച്ചു എന്ന് ബാംഗ്ലൂരിന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. അവിടെയാണ് കണക്കുകൾ നമ്മുടെ ചെറുക്കൻ മാറ്റി എഴുതിയത്. ഒരു പിഴവ് പോലും വരുത്താത്ത കളിയിൽ ഔട്ടായത് മാത്രമാണ് ബാംഗ്ലൂരിന് ഒരാശ്വാസം. അതും 27 ബോളിൽ 78 റൺസ് അടിച്ചിട്ടാണ് അവൻ ഔട്ടാവുന്നത്. ചെറുക്കൻ മുഴുവനും നിന്നിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 12 ഓവറിൽ കളി പുട്ടുപോലെ ജയിച്ചേനെ. പിന്നെ ബോളേഴ്സിലോട്ട് വരികയാണെങ്കിൽ ആർച്ചറും ബിഷ്ണോയും വളരെ നന്നായിട്ട് തന്നെയാണ് പന്തെറിഞ്ഞത്. മറുവശത്ത് അടി കിട്ടാത്തവരായിട്ട് ആരും ഇല്ല എന്ന് തന്നെ പറയാം. കോഹ്ലി ഓപ്പണിംഗ് ഇറങ്ങിയിട്ട് 4 മാത്രമാണ് അടിച്ചത്, അത് 7. മറുവശത്ത് 6 അടിക്കുന്നത് എങ്ങനെയെന്ന് നമ്മുടെ സൂര്യവംശിയാണ് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ അമ്പയർമാർക്കും ഫീൽഡർമാർക്കൊക്കെ നിന്നും അടുത്ത് കാണും. ഇങ്ങനൊരു അതിശയ ബാലൻ നമ്മുടെ രാജ്യത്ത് ജനിച്ചത് നമ്മുടെ ഭാഗ്യമാണ്. ഒരുപാട് പേര് കളിക്ക് ശേഷം കമൻറ്റുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. സെവാഗ്, കോഹ്ലി, അങ്ങനെ ഒരുപാട് പേര് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവനെ പറ്റിയിട്ട്. അപ്പോൾ വൈകാതെ തന്നെ ഇന്ത്യൻ ടീമിൽ കയറും എന്നുള്ളത് ഉറപ്പാണ്, ഏറെക്കുറെ ഉറപ്പാണ്. അത് എത്രയും പെട്ടെന്നാവുകയാണെങ്കിൽ നല്ലതാണ്. വേൾഡ് കപ്പൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഇടിയുടെ വെടിയുടെ മുന്നിൽ RCB ചെണ്ടകൾ തിരിച്ചു വന്നിരിക്കുകയാണ് മക്കളെ. അങ്ങനെ RCB, മുംബൈ, CSK 3 മഹാരഥന്മാർക്കും ഈ 15 വയസ്സുകാരൻ്റെ അനുഗ്രഹത്താൽ തോൽവി സാധ്യമായി. എനിക്ക് തോന്നുന്നത് ആ ചെറുക്കനൊന്ന് അഴിച്ചു നോക്കിയിട്ട് അത് റോബോട്ടല്ല എന്ന് ഉറപ്പ് വരുത്തണം എന്നാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് ഈ സനത് ജയസൂര്യ 96 ആണെന്ന് തോന്നുന്നു കളിക്കാൻ ഇറങ്ങിയപ്പോൾ ബാറ്റിൽ സ്പ്രിങ് വെച്ചിട്ടുണ്ട് എന്നൊരു ഖ്യാതി പടർന്നിരുന്നു. അടിക്കണ മുഴുവൻ 6ഉം 4ഉം ആയിരുന്നു അന്ന്. അപ്പോൾ ഇത് അതിനേക്കാളും പീക്കാണ്. ഓക്കെ, എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ സൂര്യവംശിയുടെ കളി കാണാനായിട്ട് ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ്, കൂട്ടത്തിൽ ഞാനും. അപ്പോൾ
നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്.